നമ്മളിപ്പോ ഫാക്ടേഴ്സില് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു അല്ലേ? ഫാക്ടേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾസ് ഫാക്ടേഴ്സിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഇനി മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ, പേജ് നമ്പർ 107. ഹയസ്റ്റ് കോമൺ ഫാക്ടർ HCF. കേട്ടിട്ടുണ്ടോ ഇത്? HCF എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ ഹന്ന HCF എന്ന് പറഞ്ഞാല്? ഒന്ന് പറഞ്ഞേ, അറിയുന്നത് പറഞ്ഞേ. ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? അത് ഷോർട്ട് ഡിവിഷൻ മെത്തേഡ് പോലെയാ ചെയ്യുന്നത്. ഷോർട്ട് ഡിവിഷൻ മെത്തേഡ് പോലെയാണ് ചെയ്യുന്നത്. ഓക്കെ, പേജ് നമ്പർ 107. സെമസ്റ്റർ 1 കഴിഞ്ഞിട്ടല്ലേടാ സെമസ്റ്റർ 2 എടുക്കണ്ടേ? അന്ന് കഴിഞ്ഞിട്ടല്ലേ? അയ്യോ അതെന്നെ ഓർമ്മയില്ല എനിക്കൂടെ. ഓക്കെ, മുഹമ്മദ് എന്താ വീഡിയോ ഓൺ ചെയ്യാത്തെ? റിഹാന വീഡിയോ ഓൺ ചെയ്തേ. ആ മിസ്സേ മറന്നുപോയി. ഓക്കെ, അപ്പോ എന്താ ഹയസ്റ്റ് കോമൺ ഫാക്ടർ? ഇപ്പൊ ഹന്ന പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഷോർട്ട് ഡിവിഷൻ മെത്തേഡ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. അതായത് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടുപിടിക്കുന്നത്. എന്നാല് എന്താണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ? വാട്ട് ഡു യു മീൻ ബൈ ഹയസ്റ്റ് കോമൺ ഫാക്ടർ? ഡു യു നോ ദാറ്റ്? അറിയോ? നമ്മൾ കോപ്രൈംസ് എന്താന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്താ കോപ്രൈംസ്? രണ്ട് നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് എഴുതിയാല് 1 മാത്രം കോമൺ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ, 1 എന്ന് പറയുന്ന നമ്പർ മാത്രം കോമൺ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ആ നമ്പേഴ്സിനെയാണ് നമ്മൾ കോപ്രൈംസ് എന്ന് പറയുന്നത് അല്ലെ? അതേപോലെ നമ്മളിപ്പോ ഏതെങ്കിലും കുറച്ച് 2-3 നമ്പേഴ്സ്, രണ്ടോ അതിലധികമോ നമ്പേഴ്സ് എടുത്തിട്ട് അതിന്റെ എല്ലാം ഫാക്ടേഴ്സ് എഴുതി. എക്സാമ്പിൾ നോക്കാം. ഏതെങ്കിലും ഒരു 2-3 നമ്പേഴ്സ്, 2 നമ്പേഴ്സ് എടുക്കാം നമുക്ക്. 10ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1, 2, 5, 10 അല്ലെ? 10ന്റെ ഫാക്ടേഴ്സ് 1ഉം 2ഉം 5ഉം 10ഉം. ഇനി 15ന്റെ ഫാക്ടേഴ്സോ? 15ന്റെ ഫാക്ടേഴ്സ് 1, 3, 1, 3, 5, 15 അല്ലെ? 1ഉം 3ഉം 5ഉം 15ഉം. അപ്പൊ ഈ രണ്ട് നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് നമ്മളിപ്പോ എഴുതിയിട്ടുണ്ട്, 10ന്റെയും 15ന്റെയും. ഇതില് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാ? ഏതൊക്കെയാ കോമൺ ആയിട്ട് വരുന്നത്? 1 രണ്ടിലും വരുന്നുണ്ട്, അതുപോലെ 5ഉം രണ്ടിലും വരുന്നുണ്ട് അല്ലെ? ഏതൊക്കെയാ കോമൺ ഫാക്ടേഴ്സ്? കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1ഉം 5ഉം അല്ലെ? ഈ 1ഉം 5ഉം രണ്ടിലും കോമൺ ആയിട്ട് വരുന്നുണ്ട്. അതില് വലിയ നമ്പർ ഏതാ? 1ഉം 5ഉം എടുത്താല് 1ഉം 5ഉം വെച്ച് നോക്കിയാല് 5 അല്ലേ വരുന്നേ? അതാണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ. എന്താ ഹയസ്റ്റ് കോമൺ ഫാക്ടർ? 5. അതായത് രണ്ടോ അതിലധികമോ നമ്പേഴ്സില് കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് ആദ്യം എഴുതാം, അതിൽ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് നോക്കുക. ആ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സിൽ ഏറ്റവും വലുതായിരിക്കും ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഹയസ്റ്റ് കോമൺ ഫാക്ടറിന്റെ മലയാളം വേർഡ് എന്താ അറിയോ? അറിയോ? ലസാഗു ഉസാഗ എന്നറിയാം. അതിൽ ഏതാ ലസാഗു, ഏതാ ഉസാഗ, ഏതാ LCM, ഏതാ HCF? അറിയോ?
കേട്ടിട്ടുണ്ടോ? ലസാഗു ഉസാഗ എന്ന് കേട്ടിട്ടുണ്ടോ? ഉസാഗ HCF. യെസ്, HCF എന്ന് പറയുന്നത് ഉസാഗ, അതായത് ഉത്തമ സാധാരണ ഘടകം അല്ലെ? ഹയസ്റ്റ് കോമൺ ഫാക്ടർ. രണ്ട് നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സില് ഏറ്റവും വലിയ നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ? ഇല്ലല്ലോ? ഒരു എക്സാമ്പിളും കൂടി പറഞ്ഞുതരാം. ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് നോക്കാം. ഏത് നമ്പേഴ്സ് എടുക്കണ്ടേ? 24. 24ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1, 2, 3, 4, 6, 8, 12, 24. ഇത്രയാണ് 24ന്റെ ഫാക്ടേഴ്സ്. അതെങ്ങനെയാ കണ്ടുപിടിച്ചത്? ഞാൻ എങ്ങനെ ഇത്ര പെട്ടെന്ന് എഴുതിയത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ലേ? അല്ലേ? ഒന്നും ബുദ്ധിമുട്ടില്ല. 1 എന്തായാലും കോമൺ ആയിട്ട് വരും. എല്ലാ നമ്പേഴ്സിന്റെ ഫാക്ടർ 1 ഉണ്ട്. 2 എന്തുകൊണ്ടാണ് എഴുതിയെന്ന് വെച്ചാല് 24 എന്ന് പറയുന്നത് ഒരു ഇവൺ നമ്പർ ആണ് അല്ലെ? എല്ലാ ഇവൺ നമ്പേഴ്സിനും 2 ഫാക്ടർ ആയിരിക്കും. അപ്പൊ 2 എഴുതി. 3 എന്താ എഴുതിയ? 3 into 8 24 ആണെന്നറിയാലോ. 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, നെക്സ്റ്റ് വരുന്ന 3 അല്ലേ? 3നെ ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 24 കിട്ടുന്നുണ്ടോ നോക്കാം. 3 into 8 24. അത് പെട്ടെന്ന് കിട്ടണമെങ്കിൽ you should by heart the multiplication table. Okay, അപ്പൊ 3 into 8 24. അപ്പൊ 3 ഒരു ഫാക്ടർ ആണ്. നെക്സ്റ്റ് വരുന്നത് 4. 4 വരുന്നത് നോക്കണമെങ്കിൽ 4 into 6 24 ആണ്. അത് നമുക്ക് ടേബിളിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാവും. 5ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് നമുക്കറിയാം. വൺസിന്റെ പ്ലേസിൽ 5ഓ 0ഓ വരുന്നുണ്ടെങ്കിൽ മാത്രമേ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. 5 ഒരു ഫാക്ടർ ആവുകയുള്ളൂ. ഇവിടെ വൺസിന്റെ പ്ലേസിൽ 4 ആണ് വരുന്നത് അല്ലെ? വൺസിന്റെ പ്ലേസിൽ 4 അല്ലേ? 24ന്റെ വൺസിൽ 4 അല്ലേ വരുന്നത്? അപ്പൊ എന്തായാലും 5 അതിന്റെ ഫാക്ടർ ആവില്ല. പിന്നെ 6, 4 into 6 24 ആയതുകൊണ്ട് 6 ഫാക്ടർ ആണ്. പിന്നെ വരുന്നത് 3 into 8 അല്ലേ? അപ്പൊ അടുത്തത് 8. പിന്നെ 3 കഴിഞ്ഞിട്ട് തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞത് 2. 2നെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 24 കിട്ടുക. അപ്പൊ 12. 8 കഴിഞ്ഞിട്ട് 12. പിന്നെ വരുന്നത് 2ന് തൊട്ട് മുന്നേ വരുന്ന 1. 1നെ 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 24 കിട്ടുക. അപ്പൊ ലാസ്റ്റ് ഫാക്ടർ 24. നെക്സ്റ്റ് ഏതെങ്കിലും ഒരു നമ്പർ 36. ഓക്കെ, 36ന്റെ ഫാക്ടേഴ്സ് 1, 2, 3, 4, 5 ഇല്ല, 6 7 ഇല്ല, 8 ഇല്ല, 9 ഉണ്ട്, 10 ഇല്ല, 11 ഇല്ല, 12 ഉണ്ട്, 13 ഇല്ല, 14 ഇല്ല. 12 into 3 ആണ് 36. 12 into 3 ആണ് 36 അല്ലെ? അപ്പൊ 3ക്ക് തൊട്ട് മുന്നേ 2 അല്ലേ വരുന്നേ? 2നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാ 36 കിട്ടുക? 18 കൊണ്ട്. ഓക്കെ, 18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താല് 36 കിട്ടും. പിന്നെ 2ന് തൊട്ട് മുന്നേ നമ്മൾ എഴുതിയത് 1. 1നെ 36 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 36 കിട്ടും. അപ്പൊ ഏതൊക്കെ ഫാക്ടേഴ്സ് 36ന്റെ? 1, 2, 3, 4, 6, 9, 12, 18, 36. ഓക്കെ, അപ്പൊ ഈ ഫാക്ടേഴ്സ് എഴുതാൻ നിങ്ങള് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ബൈ ഹാർട്ട് ആയിട്ട് പഠിച്ചാല് ഫാക്ടേഴ്സ് ഇതുപോലെ പെട്ടെന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിലെ ഇതെങ്ങനെയാ ഇതൊന്ന് പറഞ്ഞുതരോ? അതന്നല്ലേ ഇത്രയും നേരം പറഞ്ഞോണ്ടിരുന്നേ. അതല്ല ഇങ്ങനെ 18 കിട്ടി പിന്നെ എടുക്കണോ?
വെയിറ്റ്, ഒരു തവണ ഒരാള് മാത്രം സംസാരിക്കാം. എല്ലാരും കൂടി ഒന്നിച്ച് അൺമ്യൂട്ട് ചെയ്ത് പറയരുത്. ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ആക്റ്റീവ് ആക്കി തരാത്തത്. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് ഞാൻ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നാല് നിങ്ങൾ തോന്നുമ്പോഴൊക്കെ അൺമ്യൂട്ട് ചെയ്യും, സംസാരിക്കുകയും ചെയ്യും. ക്ലാസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്. കേട്ടോ? ഇതൊന്ന് എഴുതിയെടുക്കണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം എഴുതിയെടുത്താൽ മതി. ഇപ്പൊ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. മുഹമ്മദേ, ഇപ്പൊ പറഞ്ഞത് നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാമെങ്കിൽ ബൈ ഹാർട്ട് ആയിട്ട് 1 to 10 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റും. അടുത്ത എക്സാമ്പിൾ പറയുമ്പോൾ പറയാം. ഇതിപ്പോ 24ന്റെ ഫാക്ടേഴ്സും എഴുതിയിട്ടുണ്ട്, 36ന്റെ ഫാക്ടേഴ്സും എഴുതിയിട്ടുണ്ട്. ഇതിലിപ്പോ കോമൺ ആയിട്ട് വരുന്ന നമ്പർ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്, 4 വരുന്നുണ്ട്, 6 വരുന്നുണ്ട്, 12 വരുന്നുണ്ട്. വേറെ ഒന്നും വരുന്നില്ലല്ലോ. അപ്പൊ ഏതൊക്കെയാ കോമൺ ഫാക്ടേഴ്സ്? കോമൺ ഫാക്ടേഴ്സ് ആർ 1, 2, 3, 4, 6, 12. ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാ? 12 അല്ലേ? ഈ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സിൽ ഏറ്റവും വലുത് 12 ആണ് അല്ലേ? അപ്പൊ അതാണ് എന്ത്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഏതാ? 12. 24ന്റെയും 36ന്റെയും ഹയസ്റ്റ് കോമൺ ഫാക്ടർ is 12. HCF is 12. ഓക്കെ, ആർക്കൊക്കെ മനസ്സിലായി നോക്കട്ടെ? മനസ്സിലായവരൊന്ന് കൈബന്ധിച്ചേ. HCF എന്ന കൺസെപ്റ്റ് മനസ്സിലായവര് ഒന്ന് കൈബന്ധിച്ചേ. ഓക്കെ, ആദ്യത്തെ മനസ്സിലായോ? ഓക്കെ, അപ്പൊ HCF ബുദ്ധിമുട്ടില്ലല്ലോ, ഈ ഒരു മെത്തേഡിൽ എഴുതാൻ ബുദ്ധിമുട്ടില്ലല്ലോ. എന്നാ ഒരു എക്സാമ്പിൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്ക്. ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, ടേക്ക് എ നോട്ട്ബുക്ക്. ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ എഴുതിക്കോ. ഹയസ്റ്റ് കോമൺ ഫാക്ടറിന് നിങ്ങൾ ആദ്യം ഹെഡിങ് എഴുതി വെക്കാം. ഹയസ്റ്റ് കോമൺ ഫാക്ടറിന് ഹെഡിങ് എഴുതി വെക്കാം. എന്നിട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ എഴുതാ. ഫൈൻഡ് ഔട്ട് the HCF of എളുപ്പമുള്ള നമ്പേഴ്സ് തരാം അല്ലെ? 12 and 18. 12ന്റെയും 18ന്റെയും HCF ഇപ്പൊ നമ്മൾ എഴുതിയതുപോലെ ഇപ്പൊ രണ്ടെണ്ണം വെച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതാ 10ന്റെ 15ന്റെയും കാണിച്ചു തന്നിട്ടുണ്ട്, 24ന്റെയും 36ന്റെയും കാണിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ ഈ രണ്ട് നമ്പേഴ്സിന്റെ HCF ഒന്ന് കണ്ടുപിടിച്ചേ. 12ന്റെയും 18ന്റെയും. ആദ്യം 12ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് കണ്ടുപിടിക്കണം. ഫാക്ടേഴ്സ് എഴുതുമ്പോ എല്ലാ നമ്പറിന്റെയും ആദ്യത്തെ ഫാക്ടർ 1 ആയിരിക്കും. എല്ലാ നമ്പറിനും വരുന്ന ഒരു ഫാക്ടറാണ് 1. ഓക്കെ, അപ്പൊ 1 എല്ലാത്തിന്റെയും ഒരു ഫാക്ടർ ആയിരിക്കും. നമ്മൾ എപ്പോഴും ചെറിയ നമ്പേഴ്സ് മുതലാണ് ഫാക്ടേഴ്സ് എഴുതാൻ തുടങ്ങേണ്ടത്. അപ്പൊ സ്റ്റാർട്ടിങ് ഫ്രം 1. അപ്പോ 1 എല്ലാത്തിന്റെയും ഒരു ഫാക്ടർ ആയിരിക്കും. അടുത്ത നമ്പർ 2 ഫാക്ടർ ആണോ എന്ന് നോക്കാൻ നമുക്ക് ഫാക്ടർ എഴുതുന്ന നമ്പർ, തന്നിരിക്കുന്ന നമ്പർ ഈവൻ നമ്പർ ആണോ എന്ന് നോക്കിയാൽ മതി. 12 ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 എന്തായാലും ഒരു ഫാക്ടർ ആയിരിക്കും അല്ലെ? അടുത്തത് 3 ഒരു ഫാക്ടർ ആണോ നോക്കാൻ വേണ്ടി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയാൽ മതി. 12ലെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ, 3. അടുത്തത് 4. 3 into 4 ആണ് 12. അപ്പൊ 4 ഒരു ഫാക്ടർ ആയിരിക്കും. ഇനി ശ്രദ്ധിക്കേണ്ടത് 3 into 4ഉം 4 into 3ഉം സെയിം ആണ് അല്ലെ? 12 തന്നെ അല്ലേ? അപ്പൊ 3ഉം 4ഉം ഓരോ ഫാക്ടർ ആയി.
ഇനി കണ്ടുപിടിക്കേണ്ട നമ്പർ 2 കൊണ്ട് ഏതിനെ മൾട്ടിപ്ലൈ ചെയ്താലാണ് 12 കിട്ടുന്നത് നോക്കിയാൽ മതി. 2നെ ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 12 കിട്ടുന്നത്? 3 into 4 4 into 3 സെയിം ആയതുകൊണ്ട് 3 4 നമ്മൾ എഴുതി. അടുത്ത് കണ്ടുപിടിക്കേണ്ട ഫാക്ടർ 5 ആണോ 6 ആണോ 7 ആണോ 8 ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാല് 3ന് തൊട്ട് മുന്നേ നമ്മൾ എഴുതിയത് 2 അല്ലേ? 2നെ ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 12 കിട്ടുന്നത് നോക്കുക. 2നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 12 കിട്ടുക. അതേപോലെ 2ന് തൊട്ട് മുന്നേ നമ്മൾ എഴുതിയത് 1 അല്ലേ? 1നെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 12 കിട്ടുന്നത്. അപ്പൊ ഏതൊക്കെയാ ഫാക്ടേഴ്സ്? 1 2 3 4 6 12. ഇനി 18ന്റെ ഫാക്ടേഴ്സ് 1 ഒരു ഫാക്ടർ ആണ്. 18 ഇവൻ നമ്പർ ആയതുകൊണ്ട് 2ഉം ഒരു ഫാക്ടർ ആണ്. 3ഉം ഒരു ഫാക്ടർ ആണ്. എന്തുകൊണ്ട്? 3നെ ഡിവൈഡ് ചെയ്യാം അല്ലേ? 3നെ ഡിവൈഡ് ചെയ്യാം. നെക്സ്റ്റ് 4 ഒരു ഫാക്ടർ ആണോ? അല്ല. 5 ഒരു ഫാക്ടർ ആണോ? അല്ല. 6 3 into 6 ആണ് 18. അപ്പൊ 6 ഒരു ഫാക്ടർ ആണ്. 3 into 6 18 ആയതുകൊണ്ട് 3ക്ക് തൊട്ട് മുന്നേ നമ്മൾ 2 ആണ് എഴുതിയിരിക്കുന്നത്. 2നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 18 കിട്ടുന്നതെന്ന് നോക്കുക. 2നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 18 കിട്ടും. 2ന് തൊട്ട് മുന്നേ നമ്മൾ 1 ആണ് എഴുതിയിരിക്കുന്നത്. 1നെ 18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് എന്ത് കിട്ടുന്നത്? 18 കിട്ടുന്നത്. അപ്പൊ ഏതൊക്കെ 18ന്റെ ഫാക്ടേഴ്സ്? 1 2 3 6 9 18. ഇനി നമുക്ക് എന്താ നോക്കണ്ടേ? കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കണം. 1 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, 3ഉം വരുന്നുണ്ട്, 6ഉം വരുന്നുണ്ട്. വേറൊന്നും വരുന്നില്ലല്ലോ. അപ്പൊ കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? കോമൺ ഫാക്ടേഴ്സ് 1 2 3 6. അതിൽ ഏറ്റവും വലുത് ഏതാ? ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാല് 6. കോമൺ ഫാക്ടേഴ്സിൽ ഏറ്റവും വലുത് 6 ആണ്. അതുകൊണ്ട് ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഈസ് 6. സോ HCF of 12 and 18 is 6. 6 തന്നെയാണോ കിട്ടിയേ? 6 തന്നെയാണോ കിട്ടിയേ? 6 തന്നെ കിട്ടീനി. ആദ്യത്തേല് രണ്ടാമത്തേല് ഒന്ന് തെറ്റീനി. ഒന്ന് തെറ്റിയാ? അത് സാരമില്ല. തെറ്റിപ്പോന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു ഡൗട്ട്. ആലോചിച്ചോ? 12ല് 2ഉം ആദ്യത്തെ നമ്പറിൽ 2ഉം രണ്ടാമത്തേല് 3ഉം ആയിട്ടാണ് ഗുണിക്കണ്ട്. മനസ്സിലായിട്ട് മിസ് പറഞ്ഞിട്ടേ ഇപ്പം 12നെ 2 കൊണ്ട് ഗുണിക്കണം, 18നെ 3 കൊണ്ടൊന്ന്. അതെങ്ങനെ? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടാ? 12നെ 2 കൊണ്ട് ഗുണിക്കണം, 18നെ 3 കൊണ്ട് ഗുണിക്കണം എന്ന് മിസ് പറഞ്ഞു നീന്റെ അടുത്ത്. ഇപ്പൊ നീന്റെ അടുത്ത് 3നെ അല്ലെങ്കിൽ 2നെ ഏത് കൊണ്ട് ഗുണിച്ചാലാണ് 12 കിട്ടുന്നതെന്നല്ലേ ഞാൻ പറഞ്ഞേ. അല്ലാണ്ട് 12നെ 2 കൊണ്ട് ഗുണിക്കണം, 18നെ 3 കൊണ്ട് ഗുണിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി മുഹമ്മദ് മാത്രമായിട്ട് കേട്ടോന്ന് എനിക്കറിയില്ല. ബാക്കി ആരും കേട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. മിസ് അങ്ങനെ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കേട്ടോ അറിയിട്ടുണ്ടായിരുന്നു. എന്നാ നീ കേട്ടെന്ന് പറയുന്നതായിരിക്കും. ബാക്കി ആരും കേട്ടിട്ടില്ല. എന്നാ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. HCFന്റെ റെഡി അല്ലേ? ഓക്കെ. ആഹാ, ഇത് ചെയ്തോണ്ടിരുന്നാലും നമുക്ക് പാടാൻ തരില്ല. ഇതും കൂടി ചെയ്തിട്ട് നമുക്ക് അടുത്തെടുക്കാം കേട്ടാ. പെട്ടെന്ന് ചെയ്യണേ. ഫൈൻഡ് ഔട്ട്. ടൈം തീരാറായി. 10 മിനിറ്റ് കൂടെ ഉള്ളൂ. പെട്ടെന്ന് ചെയ്യണേ. ഫൈൻഡ് ഔട്ട് the HCF of 15 and 24.
15 and 24. Find out the HCF of 15 and 24. ഇതേപോലെ ആദ്യം എന്ത് എഴുതണം? രണ്ടിന്റെയും ഫാക്ടേഴ്സ് എഴുതണം. അതിൽ കോമൺ ആയിട്ട് വരുന്നത് ഏതൊക്കെയാന്ന് നോക്കാം. ഏറ്റവും വലുത് ഏതാന്ന് നോക്കാം. 15 factors 1, 3, 5, 15. 24 factors 1, 2, 3, 4, 6, 8, 12, 24. അതിൽ കോമൺ ആയിട്ട് വരുന്നത് common factors are 1 and 3. 1 ഉം 3 ഉം. ഇനി highest common factor എന്ന് പറയുന്നത് 3. highest common factor is 3. ഇത്രേ ചെയ്യാനുള്ളൂ. ആദ്യം ഇതിന്റെ ഫാക്ടേഴ്സ് ചെയ്താ കോമൺ ആയിട്ട് വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഏറ്റവും വലുത് ഏതാന്ന് നോക്കാം. ഇത് ശരിയായവരാരൊക്കെയാ? HCF 3 കിട്ടിയവരാരൊക്കെയാ? അപ്പത്തേക്കും മിസ് എഴുതിനി. നീ അതിനിടയ്ക്ക് ഡയലോഗ് അടിക്കാൻ വന്നിട്ടല്ലേ? ബാക്കി എല്ലാവരും ചെയ്തല്ലോ. അതാ എല്ലാവർക്കും ശരിയായിട്ടുണ്ട്. അതുല്യം കിട്ടിയായിരുന്നോ? ഓക്കെ കേട്ടോ. ബാക്കി എല്ലാവരും ചെയ്തിട്ടുണ്ട്. നീ മാത്രം 12 ഞാൻ എഴുതിയിട്ടില്ല. 12 എഴുതിയിട്ടില്ലേ? ഫാക്ടേഴ്സ് എഴുതുമ്പോ എല്ലാ ഫാക്ടേഴ്സും എഴുതണം. എന്നാലും മാത്രമേ നമുക്ക് ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഏതാന്ന് കിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹോംവർക്ക് ആയിട്ട് മിസ് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി മിസ്സേ. അറേഞ്ച് ചെയ്തരോ? ആദ്യം ഒന്നെഴുതും, പിന്നെ അതിന്റെ ഒന്നിന്റെ ഇതായിട്ട് പിന്നെ 3 എഴുതുമ്പോ 5 വരുമ്പോ നേരെ 15 കിട്ടും. അങ്ങനെയാ? അങ്ങനെ തന്നെ. നിനക്ക് മനസ്സിലായല്ലോ കാര്യം. ഹോംവർക്ക് പറയാം. പേജ് നമ്പർ 108. പേജ് നമ്പർ 108 exercise 5.2. exercise 5.2 അതില് A question കണ്ടോ? match each set of numbers of the left with their HCF on the right. അത് മാച്ച് ചെയ്യൊന്നും വേണ്ട. തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ ഒക്കെ HCF കണ്ടുപിടിച്ചാൽ മതി. 7ന്റെയും 21ന്റെയും 12ന്റെയും 23ന്റെ അതിന്റെയൊക്കെ HCF എത്രയാന്ന് കണ്ടുപിടിച്ചത്. ആദ്യത്തെ 4 മാത്രം ചെയ്താൽ മതി, എല്ലാം ചെയ്യണ്ട. ഫസ്റ്റ് 4 എണ്ണത്തിന്റെ HCF ആദ്യത്തെ 4 A ബിറ്റില് ആദ്യത്തെ 4 എണ്ണം മാത്രം ചെയ്യാം. ഓക്കെ, ഹന്നയ്ക്ക് മനസ്സിലായില്ല തോന്നുന്നു. മിസ് 4 എണ്ണേ ഉള്ളൂ, അതിനകത്ത് 4 എണ്ണം മാത്രം. 4 എണ്ണം അല്ലല്ലോ, 8 എണ്ണം ഉണ്ടല്ലോ. A ബിറ്റിൽ 8 എണ്ണം അല്ലേ? അതിൽ ആദ്യത്തെ 4 എണ്ണം മാത്രം ചെയ്താൽ മതി. 4 എണ്ണത്തിന്റെ അതിലെ ഓരോ നമ്പേഴ്സിന്റെയും ഓരോ പെയർസിന്റെയും HCF കണ്ടുപിടിക്കാം. 7ന്റെ 21ന്റെയും HCF, 12ന്റെ 23ന്റെയും HCF, 4ന്റെയും 6ന്റെയും HCF, 18ന്റെയും 27ന്റെയും HCF. ഓക്കെ, HCF എന്ന് പറയുന്ന ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടുപിടിക്കാനല്ലേ? എന്റെ മുഹമ്മദേ, അത് എന്നല്ലടാ ഈ ക്ലാസ്സിൽ മുഴുവൻ ഞാൻ പറഞ്ഞു തന്നെ. ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ ചെയ്തില്ലേ, അതേ മെത്തേഡില് നോട്ടിൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഈ ക്ലാസ് കട്ടാവാനായി. അപ്പൊ എല്ലാവരും ഹോംവർക്ക് ചെയ്യാം. ഹോംവർക്ക് ചെയ്ത് അയച്ചു തരണേ. നിങ്ങൾ ചെയ്തിട്ട് അവിടെ വെച്ചാൽ മാത്രം പോരാ കേട്ടോ. ഓക്കെ, നീ എപ്പോ അങ്ങനെ തന്നെ, നിന്റെ ഹോംവർക്ക് ഒന്നും കിട്ടുന്നില്ല. ഹോംവർക്ക് എല്ലാവരുടെയും ഇന്ന് എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടാവണം, കേട്ടല്ലോ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ മിസ്. ഇതൊന്നാഴ്ച ലക്ഷ്മി പ്രിയ